ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പരന്ന ഒരു കുഴിവെള്ള പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കാം. 1 കപ്പ് വെള്ളമാണ് 1/2 കപ്പ് റവയ്ക്ക് ഉപയോഗിച്ചത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചെറിയ ജീരകത്തിന് പകരം വലിയ ജീരകം ചേർക്കാം. ഇനി ചേർക്കാനുള്ളത് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇതുപോലെ മുറിച്ച് വേവിച്ചെടുത്താണ്. അതിൻ്റെ തൊലിയോടുകൂടിയാണ് വേവിച്ചത്. തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാം. കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതിയാകും. ഇപ്പം ഞാൻ 2 കഷ്ണം ഉരുളക്കിഴങ്ങും പൊടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മാവുമായി നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴക്കാം. ഇതായിപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ തേച്ച് കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകാണ്, ഉണക്കമുളക് ചതച്ചെടുത്തത്. അത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ചെറുതായി കട്ട് ചെയ്ത സവാളയാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാപ്സിക്കവും കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഇതിലും ചെറുതായി വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മാവുമായി നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനത് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ പാനിൽ തന്നെയാണ് ഷാലോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ആ കുഴച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നടുക്ക് ഒരു ഓട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്യുക. തിരിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്താലേ ശരിയായിട്ടുള്ള ഹോൾ ഇട്ടെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഹോളിടാതെയും നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉള്ളിലൊക്കെ വേകാതെ ഇരിക്കും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിൽ ഹോൾസ് ഇടുമ്പോഴും നമുക്ക് വിരലിൽ അല്പം എണ്ണ മുക്കിയിട്ട് ഹോൾ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹോൾ ഇട്ടെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 4 എണ്ണമാണ് ആദ്യത്തെ സെറ്റിൽ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ലോ ഫ്ലെയിമിൽ ആണ് പാൻ ചൂടാക്കാൻ വെച്ചിരുന്നത് കേട്ടോ. കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കയറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ ചൂടാക്കാൻ വെച്ച ഉടനെ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുത്തത്. ഇനി ലോ ടു മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ എണ്ണ ഒന്ന് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്താൽ മതി. ഈ സ്നാക്കിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ മൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചൂട് ഏൽക്കാത്ത സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടാൽ എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടും. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ യെല്ലോ കളറായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാൻ ആ 4 എണ്ണവും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. മറ്റേ സൈഡ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്യുന്ന ഒരു സ്നാക്കാണിത്.
മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നേരത്തേലും കുറച്ചുകൂടി കൂടുതലായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുരിവ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് രണ്ട് സൈഡും മൊരിച്ചെടുക്കുക. ഇപ്പോൾ 4 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബാറ്റർ ഷേപ്പ് ചെയ്തപ്പോഴേക്കും 5 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ 5 എണ്ണം മുഴുവനായിട്ടുമാണ് രണ്ടാമത്തെ സെറ്റിൽ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നേരത്തെ പോലെ തന്നെ നമ്മൾ ലോ ടു മീഡിയം ഹീറ്റിൽ അല്പം എണ്ണ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഫ്രൈ ആയിട്ടുള്ളത്. അപ്പം നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇപ്പോൾ നോമ്പുതുറ സീസൺ ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ പുറം നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റ് ആയിരിക്കും. തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിലും ഉള്ളും പുറവും ഒരേപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കഴിക്കാനും വളരെ നല്ലതാണ്. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ നോമ്പ് തുറ സ്നാക്കായിട്ടും ഇഫ്താർ വരുന്നതിനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.